ഫ്രണ്ട്സ് ഡയറക്റ്റ് അങ്ങനെ 7 പേർ അവർ പേര് പറഞ്ഞ് ഹീറോയുടെ ഫോട്ടോ ഒന്ന് കാട്ടുമ്പോൾ അവർ 7 പേർ പറഞ്ഞാണെങ്കിൽ നമ്മൾക്ക് പിടിച്ച പെണ്ണ് വിളിത്തന്നെ അങ്ങനെ 7 പേർ അവർ വഴക്കുണ്ടാക്കുന്നത് ഞാൻ അവസ്ഥ കണ്ടാൽ ഞാൻ അവളെ ലവ് ചെയ്തത് ഞാൻ ലവ് ചെയ്യാൻ തുടങ്ങി ഇത്ര നാളായി കണക്കൽ കിട്ടി ഞാൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു എന്നിട്ട് അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു അപ്പം അപ്പം ജിന്ന് ആറും പറയാൻ തുടങ്ങി എല്ലാവരും വഴക്കുണ്ടാക്കണം നമ്മൾ ഒരു പെണ്ണ് ലവ് ചെയ്യുക അത് മാത്രമല്ല ആറം പറഞ്ഞിരുന്നു എടാ മറന്നുപോയടാ നമ്മൾ ഒരേ പെണ്ണിന് വൈഫിനെ മാരേജ് കഴിക്കണം ഞങ്ങൾ വർഷിപ്പ് നിങ്ങൾ മുമ്പേ പ്ലാൻ ചെയ്തായിരുന്നു അല്ലേ അങ്ങനെ ആറം പറഞ്ഞു അത് ശരിയാ എന്ന് പറഞ്ഞ അവർ ചെറിയ പ്രായത്തിൽ വാക്കുകൾ അവർ സംസാരിച്ചായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് അവളെ മാരേജ് കഴിക്കണം അവർ 7 പേർ പ്ലാൻ ചെയ്ത് ഇതറിയാതെ നമ്മുടെ മിയ കൊച്ചി കോളേജ് വന്ന് ഫ്രണ്ട്സിനെ കൂടി നല്ല ജോലിയായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങിയായിരുന്നു മിയക്കൊന്നും അറിയില്ലായിരുന്നു 7 പേർക്ക് ഹീറോയും മലക്കണ്ണ് അതിലൊരു ബോയ് ഹീറോയിനെ റാഗിങ് ചെയ്ത് തുടങ്ങി ഇത് ജിമ്മിൻ വി ജങ്കോക്ക് 3 പേരായിരുന്നു നോക്കാറുണ്ട് അവർക്ക് ടെൻഷനാണ് ജങ്കോക്ക് ഞാൻ വെച്ചതുണ്ട് റസ്കൾ എന്ന് പറഞ്ഞ് ജങ്കോക്ക് മുറയ്ക്കായിരുന്നു ഇങ്ങനെ ആ ഹീറോയിനെ റാഗിങ് ചെയ്ത ചെക്കൻ വെളിയിൽ വന്നായിരുന്നു അങ്ങനെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്താണ് കുത്തായിരുന്നു പിറ്റേന്ന് വന്ന് നോക്കും ഹീറോയ്ക്ക് ഷോക്കായിരുന്നു എന്താടാ പറ്റി എന്ന് കേൾക്കായിരുന്നു അവൻ തിരിച്ചോടിയായിരുന്നു അയ്യോ കൈയടിച്ചാൾ പിന്നെ ഹീറോയിനെ മുട്ട പോങ്കാല എല്ലാം എൻ്റെ മിരട്ടായിരുന്നു അതിന് ഹീറോയിൻ്റെ ഭാഗത്തേ വന്നു ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല ഹീറോയിൻ്റെ ഡാഡിക്കും ഒരു കോൾ വന്നായിരുന്നു അതെ ഡാഡി പറഞ്ഞ ഒരു ചെറിയൊരു ബിസിനസ് ചെയ്യാണ് ഹീറോയിൻ്റെ ഡാഡി അതെ ബിസിനസ് പറഞ്ഞാൽ അത്ര റിച്ച് ഒന്നുമില്ല ഹീറോയിൻ കുറച്ച് ബിസിനസ് റൺ ചെയ്യാന്ന് അതിലൊരു പാർട്ട്ണർ അങ്ങനെയായിട്ട് പാർട്ട്ണർ പറയായിരുന്നു ഹീറോയിൻ്റെ ഡാഡിക്ക് ഒരു പാർട്ട്ണർ അങ്ങനെ ഹീറോയിനെ മാരേജ് വെച്ചാൽ കുറച്ച് സ്വത്ത് കിട്ടുമെന്ന് അറിഞ്ഞ് ആ ബിസിനസ് പാർട്ട്ണർക്ക് അതിനായിട്ട് അവരുടെ മകനോട് പറയുന്നു അവനൊരു പ്ലേ ബോയ് ആണ് അവനക്ക് ഓൾറെഡി മാരേജ് കഴിഞ്ഞ് ഇത് മറച്ചു വെച്ചിട്ട് ഹീറോയിനെ പെണ്ണ് ചോദിച്ചായിരുന്നു ഇതേ കാര്യം സംസാരിക്കുന്നതും ഹീറോ ഒരു 7 മെമ്പറിൻ്റെ ജങ്കുക്കിൻ്റെ അടിയാൾക്ക് കേട്ടായിരുന്നു ജങ്കുക്കിൻ്റെ ബോഡി ഗാർഡാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഹീറോയിനെ ഡെയിലി ഓരോ നാൾ ബോഡി ഗാർഡാണ് ഫോളോ ചെയ്യുന്നത് ഇല്ലേ ഹീറോയെ കണ്ടുപിടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പ്ലാന് ജങ്കുക്കൊരു ബോഡി ഗാർഡ് ഫോൺ ചെയ്ത് നടന്ന കാര്യമല്ല പറഞ്ഞായിരുന്നു അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിയോട് സംസാരിച്ചതെല്ലാം കേട്ടു പിന്നെ ആ ഹീറോയിൻ്റെ ഡാഡി പോയ പിന്നെ അവർ എന്ത് പ്ലാൻ എന്ന് പറഞ്ഞതെല്ലാം കേട്ട് ജങ്കുക്ക് ഫുള്ള് വീഡിയോസ് അയച്ചായിരുന്നു ജങ്കുക്ക് ടെൻഷനായിരുന്നു ഈ മാരേജ് നടന്നല്ലേ അങ്ങനെ ജങ്കുക്ക് ഒരു വില്ലത്തനൊരു സ്മൈൽ ചെയ്ത് അങ്ങനെ മാരേജ് ഡേ അങ്ങനെയായിട്ട് ആ ചെക്കൻ എന്തെല്ലാം ചീറ്റ് ചെയ്തത് എന്തെല്ലാം ചെയ്തത് മൊത്തം വീഡിയോ ചെയ്ത് വെച്ച് അങ്ങനെ പിറ്റേ കുറച്ച് നാൾ കഴിഞ്ഞ് മാരേജ് അതുകൊണ്ട് മാരേജ് അപ്പോൾ പിറ്റേ കുറച്ച് നാൾ മുമ്പ് അതുകൊണ്ട് ഹീറോ അവൻ എന്തെല്ലാം ചെയ്യുന്ന വീഡിയോസ് അതെല്ലാം റിലീസ് ചെയ്തതുകൊണ്ട് അവനിക്ക് മാരേജ് ക്യാൻസൽ അല്ലാതെ മാത്രമല്ല മാരേജ് സ്റ്റോപ്പാണ് ഹീറോ ഡൈവോക്ക് പറയായിരുന്നു അതൊക്കെ വരെ വയ്യില്ല പിന്നെ അയാൾ സംസാരിച്ച് വീഡിയോ റിലീസായിരുന്നു അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് ടെൻഷനായിരുന്നു അത് ബിസിനസ് അതും പോയായിരുന്നു അതുകൊണ്ട് ഹീറോയുടെ ഡാഡി മുറിച്ചൊരു പറയായിരുന്നു അതുകൊണ്ട് ഹീറോയുടെ ഡാഡി ആ ബിസിനസ് മാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ആര് പണം തരൂ ഞാൻ പണം തരുന്ന കൊണ്ടല്ലേ ഇത്രയേ ഉള്ളത് എന്നെ ആ ബിസിനസ് മാൻ പറയായിരുന്നു ഹീറോയുടെ ഡാഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അയാൾ ബിസിനസ് ക്യാൻസലാക്കി അയാൾ പോയി ഹീറോയുടെ ഡാഡിക്ക് ഒന്നും ചെയ്യാൻ BTS മെമ്പേഴ്സ് വരുവാന്ന് ഹീറോയിൻ്റെ ഡാഡി പറഞ്ഞു ഒരു ഹോട്ടലാണ് റൺ ചെയ്യുക ഒരു ഫ്ലാറ്റ് ഹോട്ടലിലുണ്ടായിരുന്നു കുട്ടിയായിരുന്നു അത് റൺ ചെയ്യായിരുന്നു അങ്ങനെ 7 പേർ ഹീറോമാർ വന്നിട്ട് പറയാൻ തുടങ്ങി അങ്കിൾ നിങ്ങളെ മോളെ എനിക്ക് മാരേജ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു ആർക്കപ്പാ അതിലേക്ക് 7 പേർ ഞങ്ങൾക്കാന്ന് പറയായിരുന്നു ഹീറോയുടെ ഡാഡിക്ക് ഷോക്കായിരുന്നു എന്താ പനി പറയുന്നത് എന്ന് ഹീറോയുടെ ഡാഡി കേട്ടായിരുന്നു അതൊന്നും പ്രശ്നമില്ല അങ്കിൾ ഞങ്ങൾ ചെയ്യാം ഹീറോയിനെ കേട്ടായിരുന്നു അവർക്ക് ഇനി 7 പേരെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയുമ്പോൾ നല്ല ചെക്കന്മാർ ഓക്കെ തന്നെ ഹീറോയ്ക്ക് 7 പേർക്കും മാരേജ് ചെയ്തു ഹീറോയിൻ്റെ ഡാഡിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു നല്ല ചെക്കനാണ് എന്ന് 7 പേർക്ക് ഹീറോയിൻ ഡാഡി മാരേജ് കഴിച്ച് കൊടുത്ത് ഡേയ്സ് പോകാൻ തുടങ്ങി ഹീറോയിൻ ഡാഡി അത് അങ്കിൾ അതെ അതിൽ കുറച്ച് പ്ലേസ് ഹോട്ടൽ പറഞ്ഞ ഹീറോ സ്വന്തം ഡാഡിൻ്റെ ഹോട്ടലല്ല അതൊരു ഫ്രണ്ടിൻ്റെ ഹോട്ടലായിരുന്നു ഫ്രണ്ടിന് വാടകത്തിലാണ് റൺ ചെയ്തെന്നായിരുന്നു അതിൽ അതുകൊണ്ട് ഹീറോ ഒരു പ്ലേസ് വാങ്ങി അതിൽ വലിയ ഹോട്ടൽ കിട്ടിയായിരുന്നു അതിൽ ഹോട്ടൽ പറഞ്ഞ ഒരു ഫ്ലാറ്റായിരുന്നു അതിൽ ഇത്ര ആൾ വരെ താമസിക്കാം അത് ഹീറോയിൻ്റെ പേരിൽ മാറ്റിയായിരുന്നു ഹീറോയ്ക്ക് ഷോക്കായിരുന്നു ഡാഡിക്ക് അങ്ങനെ ഹീറോയുടെ ഡാഡി അതിൽ ജോലിയായിട്ട് അതിൽ CEO ആയിട്ടിരിക്കാൻ അങ്ങനെ ഹീറോയുടെ ഡാഡി പറയായിരുന്നു എന്നിട്ട് ഹീറോയിൻ ഡാഡിക്ക് നല്ല കുക്ക് ചെയ്യാൻ അറിയും അതെ ആ ഹോട്ടലിൽ നിറയെ ഡിഷ് ഹീറോയുടെ ഡാഡിക്ക് ഡിഷ് പഠിപ്പിക്കാൻ വേണ്ടി നിറയെ ചെഫിനെ അയച്ചായിരുന്നു ഹീറോയുടെ ഡാഡി നല്ല ടാലൻറ്റ് ഉള്ളതാണ് ഹീറോ ഡാഡി കുക്കിംഗ് പഠിക്കാൻ തുടങ്ങിയായിരുന്നു മിയ കുക്കിംഗ് പഠിക്കാൻ ചെന്നായിരുന്നു
കിട്ടിയ സാമ്പാർ മെയ്യ മുറക്കായിരുന്നു. എന്തിനടാ എന്നെ കുക്കിംഗ് പഠിപ്പിക്കുന്ന? ഇല്ലടി വൈഫി എന്ന് പറഞ്ഞ് നിറയെ ഹോട്ടലിൽ ആൾ വെച്ചായിരുന്നു. ഹീറോയിൻ ഡാഡി നല്ല ചെഫ് കുക്ക് ചെയ്യാണ്. അങ്ങനെ എല്ലാവരും ഹീറോയിൻ ഡാഡി ഹോട്ടലിലേക്ക് വന്നിട്ട് ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ച് പോകും. അങ്ങനെ ടേസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച് ബേബീസ് എല്ലാം കൂട്ടി ഓടി വലിക്കായിരുന്നു. ഹീറോയ്ക്ക് പക്ഷെ ഓടി വരുന്നു. ആ എന്താ ചെയ്യുക, സെവൻസ് ബേബീസാണ്. ഹീറോയും മുറക്കായിരുന്നു. സെവൻ ബോയ് ബേബീസ് ഉണ്ടുള്ളു. ഹീറോയും മുറക്കായിരുന്നു. അങ്ങനെ ബേബീസ് ഇപ്പോൾ ഡേയ്സ് ഇപ്പോൾ വളർന്ന് വലുതായി. ഇപ്പം ബേബീസ്ക്ക് 6 വയസ്സായി. ഹീറോയിൻ നോക്കി മുറക്കായിരുന്നു 7 വരെ ബേബി. അങ്ങനെ മിയാക്ക് അതേ ബേബി കൊടുത്ത് കിടക്കാം. മിയാക്ക് ടെൻഷനായിരുന്നു. എല്ലാവരും ഇപ്പം മാറി, അച്ഛൻ ഡാഡി മാറി എന്ന് പറഞ്ഞ് മുറക്കായിരുന്നു. അത് മിയാക്ക് പറഞ്ഞ ഇപ്പോൾ ഒരു ബേബിയുണ്ട്, ഗേൾ ബേബി. ആ ബേബിക്ക് ഫുഡും ഉണ്ടായിരുന്നു. ആരെ ഇപ്പം ബേബിക്ക് 1 വയസ്സ്. മിയ അവരിൽ 7 വരെ നോക്കി മുറക്കായിരുന്നു. അവരിൽ ഓടി വന്ന് മിയ എന്ത് പറ്റി എന്ന് പറഞ്ഞ് 7 വരെ വന്ന് മിയാൻ്റെ നല്ല പാവമായി കേൾക്കാൻ തുടങ്ങി. എല്ലാത്തും കാരണം നിങ്ങളാ, ഈ ബേബീസ് എന്താ ചെയ്തത് അറിയോ എന്ന് പറഞ്ഞ് ഇങ്ങനെയായിട്ട് ജിന്ന് പറയുന്നു. എൻ്റെ ബേബി എവിടെ? ആ എൻ്റെ ബേബിയാ, അങ്ങോട്ട് നോക്ക്. ജിന്നു ബേബി ഭയങ്കര ജിന്നു ബേബിൻ്റെ അടുത്ത് 2 ഗേൾസ് ഉണ്ട്. ഐ ആം ആൻസം എന്ന് പറഞ്ഞ് എന്നാ ജിന്നു ഒരു ഡയലോഗ് ചെല്ലു. ജിന്നു അയ്യോ ജിമ്മി ചിരിക്കരുത്, ജിമ്മി നിന്റെ മോറെ ഇട്ടു എന്ന് പറയായിരുന്നു. അപ്പോൾ ഷുഗർക്ക് എൻ്റെ ബേബിയാ, അങ്ങോട്ട് നോക്കൂ. ഒരു സോപ്പത്തിൽ നല്ല ഉറക്ക ഷുഗറിൻ്റെ ബേബി. 6 മണിക്ക് എൻ്റെ ബേബിയോടെ അങ്ങോട്ട് നോക്കൂ. എന്നെ റൂമുണ്ട്, ഒരു ലൈബ്രറി റൂം, അവിടെ പോയിട്ട് നോക്കൂ. 6 മണി പഠിക്കായിരുന്നു. അപ്പോൾ ജേഹൂപ്പ് തിരിക്കായിരുന്നു. ജേഹൂപ്പിനെ നോക്കായിരുന്നു ഹീറോ പറയുന്നത്. നിൻ്റെ ബേബി എന്താ ചെയ്തറിയോ, ഒരു റൂമിൽ പോ, ഡാൻസ് റൂം, അവിടെ പോയിട്ട് നോക്കൂ, ഡാൻസ് കളിക്കുക. ജേഹൂപ്പ് കൺഫ്യൂസ് ആയിരുന്നു. എന്താ അപ്പം ജിമ്മിന് പറയാം, ജിമ്മിൻ്റെ ബേബിയോടാ. നിൻ്റെ ബേബിയാ, നോക്ക് അങ്ങോട്ട് നോക്ക്. അത് ഗേൾസിനോട് കോമഡിയൊക്കെ ആയിരുന്നു. അങ്ങനെ ജങ്കുക്ക് ബേബി അതിൻ്റെ ബോക്സിങ് കുത്തായിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. ജങ്കുക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ബേബി നല്ല സൈലൻ്റായി മ്യൂസിക് പാട്ട് പാടായിരുന്നു. ഇതെല്ലാം കേട്ട് ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഫാമിലി ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.